അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഖൈറാത്തുകളൊക്കെ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ അവസാനത്തെ 10 വളരെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നത്. മുഅ്മിനീങ്ങളെ, ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളായിരുന്നു ഇദാ ദഖലൽ അശ്ർ അവസാനത്തെ 10 അവരിലേക്ക് മുത്തുനബിയിലേക്ക് ആഗതമായാൽ അഹിയൽ ലൈല രാത്രി മുഴുവനും റസൂലുള്ളാഹി ഹയാത്താക്കുമായിരുന്നു. വഅയ്ഖള അഹ്ലുഹു റസൂലുള്ളാഹി മാത്രല്ല അവിടുത്തെ കുടുംബങ്ങളെയൊക്കെ വിളിച്ചുണർത്തിയിട്ട് രാത്രികളെ ഹയാത്താക്കാൻ പറയുമായിരുന്നു. വജദ്ദ റസൂലുള്ളാഹി കഠിനാധ്വാനിയായിരുന്നു. വശദ്ദൽ മിഗ്സറ അരയൊക്കെ മുറുക്കിയെടുത്തിട്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി അങ്ങനെ ചെയ്തെങ്കിൽ മുഅ്മിനീങ്ങളെ, വരുന്ന തുച്ഛമായ ദിവസങ്ങൾ, വളരെ വളരെ കുറഞ്ഞ ദിവസങ്ങളെ, വിരലെണ്ണാവുന്ന ദിവസങ്ങളെ നമുക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുന്ന ഈ ദിവസങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ നമ്മൾ നല്ലോണം ഓതണം, ദിക്ർ നല്ലോണം ചെല്ലണം, ഇത്ഖും മിനന്നാറിനെ തൊട്ട് കാവലിനെ ചോദിക്കണം, സ്വർഗം നല്ലവണ്ണം ആവർത്തിച്ച് നമ്മൾ ചോദിക്കണം. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, നരകം നമുക്ക് അള്ളാഹു ഹറാമാക്കട്ടെ. റസൂലുള്ളാഹി തങ്ങൾ ഈ അവസാനത്തെ 10 ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു കാര്യം കാന യഅ്തഖിഫുൽ അശ്റൽ ലവാഖിറ മിൻ റമളാൻ. അവസാനത്തെ 10 അള്ളാഹുവിന്റെ റസൂൽ കൂടുതൽ ഇഅ്തികാഫിരുന്നു എന്നാണ്. ഇഅ്തികാഫിന് വലിയ പ്രാധാന്യമുള്ള സമയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിനെ അധികരിപ്പിച്ചിരുന്നു എന്നാണ്. നമുക്ക് പള്ളികൾ സുലഭമാണ്. ഈ കടങ്ങയിൽ തന്നെ എത്ര പള്ളികൾ നമുക്കുണ്ട്. ഒറ്റയിട്ട രാമുകൾ 2 എണ്ണം കഴിഞ്ഞില്ലേ? ചോദിക്കട്ടെ മുഅ്മിനീങ്ങൾ, ഏത് പള്ളിയിലാണ് നമ്മളൊന്ന് ഇഅ്തികാഫിരുന്നത്? ഏതെങ്കിലും ഒരു രാവിനെ എത്ര പള്ളികൾ ഈ കടങ്ങയിലുണ്ട്? ഇന്ന പള്ളി നമ്മൾ പറയണ്ട. ആ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിരുന്ന് നല്ല സംവിധാനങ്ങൾ, നല്ല സൗകര്യങ്ങൾ, നല്ല എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കും നിങ്ങളും കിട്ടിയിട്ട് ഇഅ്തികാഫിരിക്കാൻ നമ്മൾ മടി കാണിച്ചാൽ പിന്നെ എപ്പോഴാണ്? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനത്തെ 10 വളരെ പവിത്രമായ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ. മുത്തനബി പഠിപ്പിച്ചു, തഹറൂ, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫിൽ വിത്രി മിനൽ അശ്രിൽ ലവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ 21ഉം 23ഉം നമുക്ക് കഴിഞ്ഞു. ഇനി 25ഉം 27ഉം 29ഉം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 29ന് നമ്മുടെ പള്ളിയിൽ വിപുലമായ സദസ്സ് നടക്കും. 27നും 25നും ഒക്കെ നമുക്ക് ഇവിടെ മജ്‌ലിസുകൾ നടത്തണം. സാധാരണ നമ്മൾ 21ന് നടത്തിയിട്ടുണ്ട്, 23ന് നടത്തിയിട്ടുണ്ട്. എല്ലാ സദസ്സിലും നമ്മൾ പങ്കെടുക്കണം, പരമാവധി ഇബാദത്തുകൾ ചെയ്യണം. അവസാനത്തിലെ ഒറ്റയിട്ട രാവുകളാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഏറ്റവും നല്ല സമയം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബാ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ച് ഈമാനോടുകൂടെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുകയും ഖൈറാത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും. ഇത്തരം ഓഫർ പിന്നെ എപ്പോഴാണ് നമുക്ക് കിട്ടുക? അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ ഇബ്നു റജബ് തങ്ങൾ പറഞ്ഞു, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഇന്ന ശഹ്റ റമളാൻ, നിശ്ചയം റമളാനു ശരീഫ് ഖദ് അസിമ അലർ റഹീൽ, അത് അവസാനത്തോടടുത്തിരിക്കുന്നു. റമളാനു ശരീഫ് നമ്മിൽ നിന്ന് യാത്ര പോവുകയാണ്. മുഅ്മിനീങ്ങളെ, എത്രയോ അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മിലേക്ക് ആഗതമായത്. ആ റമളാന് വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഖദ് അസിമ അലർ റഹീൽ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി യാത്രയാകാൻ വേണ്ടി റമളാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലം യബ്ഖ മിൻഹു ഇല്ലൽ ഖലീൽ, വളരെ വളരെ തുച്ഛമായ ദിവസങ്ങളാണ് നിങ്ങൾക്കുള്ളത്.
വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. ഫമൻ മിൻകും അഹ്സന ഫീഹി ഫഅലൈഹി തമാം. ഈ 23 ദിവസങ്ങൾ നല്ലത് മാത്രം ചെയ്ത മനുഷ്യ, ഖുർആൻ ഓതിയ മനുഷ്യ, ഇഅ്തികാഫിരുന്ന മനുഷ്യ, സദഖകൾ കൊടുത്ത മനുഷ്യ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന മനുഷ്യ, ഈ 23 ദിവസങ്ങൾ നന്മയിലായിട്ടാണ് നീ സമയം ചെലവഴിച്ചതെങ്കിൽ ഫഅലൈഹി തമാം. ഇനിയുള്ള കുറഞ്ഞ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, അങ്ങനെ തന്നെ കഴിഞ്ഞു പോട്ടെ, നല്ലത് മാത്രം ചെയ്ത്. ഇനിയുള്ള കുറഞ്ഞ ദിവസം അങ്ങനെ തന്നെ പോകട്ടെ. ഹാനവർ പറയാൻ വമൻ ഫറത ഫൽയുഖ്തിം ബിൽ ഹുസ്ന. അങ്ങനെ തെറ്റുകളിലും മോശത്തരത്തിലുമായിട്ടാണ് കഴിഞ്ഞ 23 ദിവസം റമളാനിലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയതെങ്കിൽ മോനെ അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് കുറഞ്ഞ ദിവസല്ലേ ആ ദിവസത്തെ ഒന്ന് പരിഗണിച്ചതാ, ആ ദിവസങ്ങളൊന്ന് പരിഗണിച്ചതാ. നന്മ ചെയ്തുകൊണ്ട് റമളാനിനെ യാത്രയ്ക്ക് അമലുകളുടെ സ്വീകാര്യത അതിന്റെ അവസാനത്തിനാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. റമളാനിന്റെ കബൂലിയത്ത്, റമളാൻ നമുക്ക് സാക്ഷി നിൽക്കുന്നത് ഇതിന്റെ വിട പറച്ചിലിന്റെ നേരത്താണ്. അതുകൊണ്ട് മുഅ്മിനേ, നീ തുടക്കകാലം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഒടുക്കം നീ ശ്രദ്ധിക്കാൻ മറക്കല്ല. അതുകൊണ്ട് അവസാനത്തെ ദിവസങ്ങളിലെ രാത്രികൾ പകലുകൾ വേണ്ട രീതിയിൽ നീ പരിഗണിക്കണേ. മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഖാലത്ത് യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്ർ. നബിയെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ, എനിക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടി എന്ന് പ്രതീക്ഷിക്കാവുന്ന രാത്രിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അറഅയ്ത ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ. നബിയെ, ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? ആയിഷ ബീവി ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞു, കാലം റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറയാണ്, തഖൂലീൻ, ആയിഷ അങ്ങ് പ്രാർത്ഥിച്ചു കൊള്ളണം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഒന്ന് ചൊല്ലി, അല്ലാഹുമ്മ ഇന്നക, അല്ലാഹുമ്മ ഇന്നക, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ. ആയിഷ, ഈ ഒരു പ്രാർത്ഥനയെ നീ അധികരിപ്പിച്ചോ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവേ, നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ അഫുവ് കൊടുക്കുന്നവനാണ്, എനിക്ക് നിന്റെ അഫുവ് നൽകണേ എന്ന ആ മഹത്തായ പ്രാർത്ഥനയെ ആയിഷ നീ അധികരിപ്പിച്ചോ എന്ന് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ആ രാത്രികളിൽ ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മൾ ഈ 10 ചൊല്ലുന്ന ദിക്റാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഅദ്ഖിൽനിൽ ജന്നത, സ്വർഗ്ഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, മനസ്സ് തട്ടിയിട്ട് ദുആ ചെയ്യേണ്ട ഒരു ദുആ ആണ് നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുക എന്നത്. വളരെ ലാഘവത്തോടെ തൂണും ചാരിയിരുന്നിട്ട് നമ്മൾ, അല്ലെങ്കിൽ വളരെ അശ്രദ്ധയോടുകൂടെ ഇരുന്നു കൊണ്ട് നമ്മൾ ദ്വാരക്കേണ്ട ദുആ അല്ല. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ എന്നുള്ളത്, നരകം എന്നത് നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ നരകത്തെ തൊട്ടാണ് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കണം. എന്താണ് നരകം? മുഅ്മിനീങ്ങളെ, നരകത്തിന്
നരകത്തിനെ കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്ക് വേണം. നരകത്തിനെ കുറിച്ചുള്ള പേടി നമുക്ക് വേണം. മഹാന്മാര് നരകത്തെ പറ്റി പറയുമ്പോഴേക്ക് കരയാനുണ്ടായ കാരണം നരകത്തെ കുറിച്ച് അവർ മനസ്സിലാക്കിയതാണ്. വകാന ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളായിരുന്നു യഖൂലു, എപ്പോഴും പറയുമായിരുന്നു, അക്സിറൂ ദിക്റന്നാർ, നരകത്തിന്റെ ഓർക്കലിനെ നിങ്ങൾ ഇങ്ങനെ അധികരിപ്പിക്കണേ. നരകത്തെ പോയും നിങ്ങൾ ഓർക്കണം, അത് വല്ലാത്തൊരു സംഭവമാണ്. ആ നരകത്തിന്റെ ചൂട് കഠോരമാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. വല്ലാത്ത ചൂടാണ് നരകത്തിന്. നമ്മുടെ ദുനിയാവിന്റെ ചൂടിന്റെ എത്രയോ 10 മടങ്ങ് ചൂടാണ് നരകത്തിന്. നരകത്തിന്റെ ചൂട് ഭയാനകരമാണ്. നരകത്തിന്റെ ആഴമോ അത് അതിനേക്കാളും ഭയാനകരമാണ്. അതിഭയങ്കരമായ ആഴമുള്ള വീടാണ് ഖബർ. അവിടെയുള്ള ദണ്ടുകൾ ഇരുമ്പിനാലുള്ള ദണ്ടുകളാ. പാപികളായ ദോഷികളായ മനുഷ്യർക്കുള്ള ശിക്ഷയാണ് നാളെ നരകത്തിൽ കിട്ടുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആ ചൂട് നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? പറയുമ്പോഴേക്ക് നമുക്ക് പേടിയല്ലേ. റസൂലുള്ള തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അധികരിപ്പിച്ചൊരു പ്രാർത്ഥന, എല്ലാ നിസ്കാരത്തിനു ശേഷവും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എല്ലാ സമയത്തും നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. റസൂലുള്ള അധികരിപ്പിച്ച പ്രാർത്ഥന ഏതാണെന്നറിയോ? കാന അക്സറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനകളിൽ മുത്തുനബി അധികരിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബനാ അതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മ തരണം. വഖിനാ അദാബന്നാർ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്. മുത്തുനബി നല്ലോണം ദുആ ചെയ്തിരുന്നു എന്ന് പറയുമ്പോ ഈ ഒരു പ്രാർത്ഥന കൂടെ നമ്മൾ അധികരിപ്പിക്കണം. നരകാവകാശികളുടെ അവസ്ഥ എന്താണ്? നരകക്കാരുടെ അവസ്ഥ എന്താണ്? അവര് വിഷമത്തിലും പ്രയാസത്തിലുമല്ലേ മുഅ്മിനീങ്ങളെ? എത്ര വലിയ ബുദ്ധിമുട്ടാണ് അവർ നരകത്തിൽ അനുഭവിക്കുന്നത്. നരകാവകാശികളുടെ ആർത്തനാളങ്ങളെ കുറിച്ച്, അവിടെ അവരുടെ അട്ടഹാസങ്ങളെ കുറിച്ച് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ജിബ്രീലേ, നരകത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ, ആ നരകത്തിന്റെ അടിത്തട്ടിലുള്ളത് മുനാഫിഖീങ്ങളാണ് നബിയേ എന്ന് പറഞ്ഞു ഓരോ ഈ തട്ടുകളെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വിശദീകരിച്ചു കൊടുത്തിട്ടില്ലേ? ഏറ്റവും മുകളിലത്തെ തട്ടിലുള്ളത് ആരാണെന്ന് പറയാൻ നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം തല താഴ്ത്തിപ്പോയില്ല മുഅ്മിനീങ്ങളെ? പറയാൻ മടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുമ്പോ, എന്താ ജിബ്രീലേ നിനക്ക് പറ്റിപ്പോയത്? ഏഴാമത്തെ തട്ടിൽ ആരാണ്, പറയൂ ജിബ്രീൽ എന്ന് ആവർത്തിച്ച് റസൂലുള്ള ചോദിക്കുമ്പോ, നബിയെ, ഹയാ കൊണ്ടാണ് ഞാൻ പറയാത്തത്, എനിക്ക് ലജ്ജ വന്നു പോയി നബിയേ. അവിടത്തെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും ധിക്കാരികളായ വൻ പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ് അയാമത്തെ തട്ടിലുള്ളത് എന്ന് റസൂലുള്ളാഹിനോട് അങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ള വിഷമത്തോടുകൂടെ ഇരുന്നു പോയില്ലേ? റസൂലുള്ള സങ്കടപ്പെട്ടില്ലേ? എന്നിട്ട് റസൂലുള്ളാഹിക്ക് സമാധാനത്തിന്റെ വാക്കുകളല്ലേ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത്? സംഭവം വിശാലമാണ്. ആ നരകത്തെ പറ്റി പറഞ്ഞത്, മുഅ്മിനേ, ഇരുട്ടറയാ. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ തീ ചുവപ്പിന്റെ കളറല്ല, വെളുത്ത കളറല്ല നരകത്തിനുള്ളത്. പിന്നെയോ നരകത്തിന്റെ കളർ ഏതാണ്? ഫഹിയ സൗദാ, അത് കറുത്തിരുണ്ട കളറാണ്. ഏതുപോലെ കല്ലൈലിൽ മുസ്ലിമാ, ഞാനും നിങ്ങളും നിലാവില്ലാത്ത രാത്രിയിൽ പുറത്തിറങ്ങിയാൽ തോർച്ചില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയുമോ മുഅ്മിനീങ്ങളെ? നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഒന്ന് ലൈറ്റില്ല
ഇല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. ഈ നരകമാകുന്ന ലോകം ഇരുട്ടാണ്, 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 കറുത്തിരുണ്ടതാണ്. ആ നരകത്തിൽ, നരകക്കുണ്ടിൽ വെച്ചിട്ട് മുഅ്മിനീങ്ങളെ തെറ്റു ചെയ്ത മനുഷ്യർ പ്രയാസത്തിലാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നു, യുനാദി അഹ്ലിന്നാർ ബിഅഅ്ലാ സൗതിഹിം, നരകാവകാശികൾ നരകത്തിൽ നിന്നിട്ട് വല്ലാത്ത അട്ടഹാസമായിരിക്കും. യുനാദി, അവര് വിളിച്ചു പറയും, അഹ്ലന്നാർ, നരകാവകാശികൾ വിളിച്ചു പറയുമത്ര, ബിഅഅ്ലാ സൗതിഹിം, വലിയ ശബ്ദത്തോടുകൂടെ അവര് പറയും, യാ മാലികു ഖദ് ഹഖ്ക അലൈനൽ വഈദ്. നരകം കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് നരകാവകാശികൾ പറയും, യാ മാലിക്, മാലിക്കേ, ഖദ് ഹഖ്ക അലൈനൽ വഈദ്, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാര് ദുനിയാവിൽ വന്നിരുന്നു, ഖുർആൻ ഓതിയിട്ട് നരകത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, നരകമുണ്ടെന്ന് ഞങ്ങൾ ആവർത്തിച്ചോർമ്മപ്പെടുത്തിയിരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഞങ്ങൾ അതവിടുന്ന് ശ്രദ്ധിച്ചില്ല മാലിക്കേ. ഖദ് ഹഖ്ക അലൈനാ, ഞങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെട്ടു മാലിക്കേ. നരകത്തിന്റെ ചൂട് ഞങ്ങൾ അനുഭവിക്കുന്നു, നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾ അനുഭവിക്കുന്നു മാലിക്കേ. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമായി, ദുനിയാവിൽ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാര് വന്നപ്പോ, ദുനിയാവിൽ നരകത്തെ കുറിച്ച് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയപ്പോ അതിനോട് ഞങ്ങൾ മുഖം തിരിച്ചവരാണ്, അതിനോട് ഞങ്ങൾ പുറംതിരിഞ്ഞവരാണ്. അതുകൊണ്ട് മാലിക്കേ, വല്ലാത്ത പ്രയാസമാണ് ഇവിടെ. ഇത് സത്യമാണ്, നരകം സത്യമാണ്. യാ മാലിക് ഖദ് നളിജത് മിന്നൽ ജുലൂദ്, നരകാവകാശികൾ പറയുന്നു, യാ മാലിക് ഖദ് നളിജത് മിന്നൽ ജുലൂദ്, സഹിക്കാൻ കഴിയുന്നില്ല, നരകത്തിന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. ശരീരത്തിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് തൊലികളൊക്കെ ഉരുകി ഒലിക്കുന്നു മാലിക്കേ. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ തീയിൽ നിന്ന് ഉരുക്കിയെടുക്കുന്നത് പോലെ ഈ മനുഷ്യർ പറയാണ്, മാലിക്കേ, നരകത്തിന്റെ ചൂട് കൊണ്ട്, ഇവിടത്തെ പ്രയാസം കൊണ്ട് ഞങ്ങളെ ശരീരത്തിലുള്ള തൊലികളൊക്കെ ഉരുകി ഒലിക്കുന്നു മാലിക്കേ. യാ മാലികു ഖദ് നളിജത് മിന്നൽ ജുലൂദ്, ഞങ്ങളെ തൊലികൾ ഒരുക്കി ഒലിക്കുന്നു, ഞങ്ങൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് യാ മാലിക് വഖ്രിജ്നാ മിൻഹാ, ഈ നരകത്തിൽ ഒന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കുമോ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ മാലിക്കേ. ഫഇന്നാ ലാ നഊദ്, ഇനി ഞങ്ങളെ പുറത്താക്കിയാൽ ഒരിക്കലും ഈ നരകത്തിലേക്കുള്ള പണി ഞങ്ങൾ എടുക്കൂല, ഇനി നരകത്തിലേക്ക് വരില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ വരില്ല, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം, സ്വർഗത്തിലേക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്യാം, ഇനി ഒരിക്കലും ഞങ്ങൾ നരകത്തിലേക്ക് വേണ്ടി വരില്ല. യാ മാലികു അഖ്രിജ്നാ മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ മാലിക്കേ എന്ന് മുഅ്മിനീങ്ങളെ നരകാവകാശികൾ നരകത്തിൽ വെച്ച് അട്ടഹസിക്കുമ്പോ, അവർ ഉറക്ക വിളിച്ചു പറയുമ്പോ, ഫതഖൂലു സബാനിയ, നരകത്തിലുള്ള സബാനിയാക്കൾ എന്ന മലക്കുകൾ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. പറയുമ്പോത്തിനല്ല, കാലതാമസം അവിടെയുമുണ്ട്. കുറെ സമയം അവരിങ്ങനെ നരകത്തിൽ വെച്ച് അട്ടഹസിക്കുമ്പോ സബാനിയാക്കൾ എന്ന മലക്കുകൾ അവർക്ക് മറുപടി കൊടുക്കുന്നത്, ഹൈഹാത്ത ഹൈഹാത്ത ലാ തഹീന അമാൻ വലാ ഖുറൂജ ലക്കും മിൻ ദാരിൽ ഹവാൻ ഫഖ്സഹു ഫീഹാ വലാ തുകല്ലിമൂൻ. ഇല്ല, ഒരാളെയും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂല. അതിനൊക്കെ സമയം കഴിഞ്ഞുപോയി, കാലം അതിക്രമിച്ചു പോയി. ഇവിടെ നിങ്ങൾ നിന്ദ്യരാണ്, ഇവിടെ നിങ്ങൾ നിസാരരാണ്, ഇവിടെ നിങ്ങൾ മോശക്കാരാണ്, ഇവിടെ നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. നിങ്ങൾ എല്ലാ മുന്നറിയിപ്പും കിട്ടിയിട്ട് അതിനധികം
നിസ്കരിച്ചവരാണ് നിങ്ങൾ. ദുനിയാവിൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് 5 വഖ്ത് നിസ്കാരം ഖളാക്കിയവരാണ് നിങ്ങൾ. സകാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനധികരിച്ചവരാണ് നിങ്ങൾ. പള്ളിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അതിനധികരിച്ചവരാണ് നിങ്ങൾ. പൊതുമധ്യത്തിൽ വെച്ച് ദീനിന്റെ ശിആറുകൾ നിരുത്സാഹപ്പെടുത്തിയവരാണ് നിങ്ങൾ. നിങ്ങൾക്കുള്ള ശിക്ഷ ഇതിനേക്കാളും കഠിനമാണെന്ന് പറഞ്ഞ് മാലിക് അലൈഹിസ്സലാമും അവിടുത്തെ സബാനിയാക്കളെന്ന മലക്കുകളും അവർക്ക് മറുപടി കൊടുക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥകൾ മഹാന്മാർ വിശദീകരിക്കുന്നത് കണ്ടാൽ മുഅ്മിനീങ്ങളെ നമ്മൾ പേടിച്ചു പോകും. ഓരോ തട്ടിലും ഓരോരുത്തർക്കുള്ള ശിക്ഷകൾ, ഓരോ തട്ടിലും ഓരോരുത്തർക്കുള്ള ശിക്ഷകൾ കാണുമ്പോൾ അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അത് പറയാനോ ഉൾക്കൊള്ളാനോ ഞങ്ങൾക്ക് ഇവിടെ കഴിയുന്നില്ല. പിന്നെ അല്ലേ ആ നരകം ഇങ്ങനെ ആർത്തലച്ചു വരുമ്പോ അതിലേക്ക് നമ്മളെ വലിച്ചെറിയുന്നൊരു രംഗം നോക്ക്. ഈ റമദാനിന്റെ അവസാനത്തിൽ നിൽക്കുന്ന നമ്മൾ നരകത്തെ കുറിച്ച് പേടിച്ചുകൊണ്ട് നമ്മൾ പറയണം, ചൊല്ലി അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ. ഓർക്കെ وادخلني الجنة يا رب العالمين. ആ ഭയാനകരമായ നരകത്തിന്റെ ചൂടനുഭവിച്ച് ശരീരത്തിൽ നിന്നുള്ള തൊലികളൊക്കെ ഉരുകിയൊലിച്ച് ഈ മനുഷ്യരിങ്ങനെ വെന്തുരുകി പ്രയാസപ്പെടുമ്പോഴാണ് മാലിക് അലൈഹിസ്സലാമിനോട് സഹായം തേടുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നിന്ദ്യരാണ്, നരകശിക്ഷകൾ നിങ്ങൾ അനുഭവിക്കൂ എന്ന് ആവർത്തിച്ച് മലക്കുകൾ പറയുമ്പോ മഹാന്മാര് ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. ആ നരകാവകാശികൾ അട്ടഹാസത്തിലാണ്, നരകാവകാശികൾ പ്രയാസത്തിലാണ്. ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഅ് വലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. നരകത്തിൽ ഇങ്ങനെ ചൂടനുഭവിക്കുന്ന മനുഷ്യർ നോക്കൂ മുഅ്മിനീങ്ങളെ, അവർക്ക് അല്ലാഹു വല്ലാത്ത ദാഹമുട്ട് കൊടുക്കുകയാണ്, വല്ലാത്ത വിശപ്പ് അല്ലാഹു നരകത്തിൽ കൊടുക്കാനും. ഈ ശക്തമായ ചൂടിൽ അവർ ദാഹിച്ചുകൊണ്ട് പ്രയാസപ്പെടുമ്പോ, വശം നൊട്ടിയിട്ട് ബുദ്ധിമുട്ടുമ്പോ അവര് വെള്ളം ചോദിക്കുന്നു നരകത്തിൽ വെച്ചിട്ട്, അവര് ഭക്ഷണം ചോദിക്കുന്നു നരകത്തിൽ വെച്ചിട്ട്. എന്നാൽ ഖുർആൻ എന്താ പറഞ്ഞത്? ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഅ്. ഇന്നലെ നോമ്പ് തുറന്നത് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ കാണുന്നത് പോലത്തെ ഭക്ഷണങ്ങളൊന്നും നരകത്തിലില്ല മുഅ്മിനീങ്ങളെ. ഇല്ലാ മിൻ ളരീഅ്. ആ നരകത്തിലുള്ള ഭക്ഷണം ഏതാണ്? കള്ളുമുള്ളി ചെടികളാണ്, അതുപോലെ മുള്ളുള്ള പദാർത്ഥങ്ങളാണ്. ഇത് കഴിക്കാൻ കഴിയുമോ? മുള്ളുള്ള ഭക്ഷണം നമ്മുടെ വായയിലൂടെ പോകുമോ മുഅ്മിനീങ്ങളെ? കഴിക്കാൻ കഴിയൂല. ഈ നരകാവകാശികൾ വല്ലാതെ ചോദിക്കുമ്പോ ഈ മുള്ളുകളുള്ള ഭക്ഷണ പദാർത്ഥം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് മുള്ളാണെന്ന് പോലും മനസ്സിലാക്കാതെ വശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആർത്തി കൊണ്ട് ആ മുള്ളുകൾ എടുത്തിട്ട് ഈ മനുഷ്യർ വായയിലേക്ക് വെക്കുമത്രേ. വശപ്പിന്റെ ഓക്കുകൊണ്ട് വായയിലേക്ക് വെക്കുമ്പോ അവരെ തൊണ്ടയിൽ അത് കിട്ടും. തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയാതെ മുള്ളുകുത്തിയിട്ട് ഈ മനുഷ്യര് പ്രയാസപ്പെടുമ്പോ, തൊണ്ടയിൽ കുത്തി ബുദ്ധിമുട്ടുമ്പോ ഇവർ വല്ലാതെ വെള്ളത്തിന് വേണ്ടി ചോദിക്കും, വെള്ളം തരണം, ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്, ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോ മാഉൽ ഹമീം കൊണ്ടുവരുന്ന വെള്ളമാണ്. ആ വെള്ളം കൊണ്ടുവരുമ്പോഴേക്ക് അവർ ആർത്തിയോടുകൂടെ മുഖത്തേക്ക് കുടിക്കാൻ വേണ്ടി അടുപ്പിക്കുമ്പോ അതിന്റെ ചൂടിന്റെ കനം കൊണ്ട് മുഖത്തുള്ള തൊലികൾ ഉരുകി ഒലിക്കുകയാണ്, മുഖത്തുള്ള മാംസങ്ങൾ ഉരുകി ഒലിക്കുകയാണ്. എന്നാലും അവരത് കുടിക്കാതിരിക്കുന്നില്ല. ദാഹത്തിന്റെ ഊക്കുകൊണ്ട് അവർ ആ വെള്ളം എടുത്തിട്ടങ്ങ് അവരുടെ വായയിലേക്ക് പാരുമ്പോ സുബ്ഹാനല്ലാഹ്,
ശരീരത്തിലെ എല്ലാ ആന്തരികാവയവങ്ങളും ഉരുകി ഒലിക്കുകയാണ്. ഹമീം എന്ന വെള്ളം കുടിക്കുമ്പോഴേക്ക് അവരെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും ഉരുകി 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 ഒലിക്കുകയാണ്. ഇതോടുകൂടി ഈ ശിക്ഷ നിന്നു മുഅ്മിനീങ്ങളെ ഇല്ല. പിന്നെയും അവർ സാധാരണ രൂപത്തിലേക്ക് വരുന്നു, തൊലികൾ ഉണ്ടാകുന്നു, പിന്നെയും ഇതുപോലെ ആവർത്തിക്കുന്നു. ഈ രൂപത്തിൽ കൂടുതൽ ശിക്ഷ ഇങ്ങനെ അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ആ നരകത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, ഈ മുള്ളുള്ള പദാർത്ഥങ്ങൾ, ഇത് കഴിച്ചാൽ അവർക്ക് ആഫിയത്ത് ഉണ്ടാകുകയില്ല, അവരെ ശരീരത്തിന് ഒരു നേട്ടവും ഉണ്ടാകൂല. വലാ യുഗ്നി മിൻ ജൂ, അവർക്ക് വിശപ്പത് കൊണ്ട് തീരുകയുമില്ല. എന്നാലും ഇത് ആർത്തിയോടുകൂടെ അവർ കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള മുസീബത്തുകളും അവർ അനുഭവിക്കും. ഓ എന്റെ മുഅ്മിനേ, ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഒന്നൊന്ന് ചിന്തിക്കുക. നരകത്തിലേക്ക് എന്നെയും നിങ്ങളെയും വലിച്ചെറിയുന്നത് ഞാനും നിങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റുകൾ എത്രയാണ്. ആ തെറ്റിന് റബ്ബ് മാപ്പ് തന്നിട്ടില്ലെങ്കിൽ ഉറപ്പാണ് നമുക്ക് കടക്കാനുള്ളത് ഈ പറയപ്പെട്ട നരകത്തിലാണ്. ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നത് അപ്പൊ ഞാനും നിങ്ങളുമായിരിക്കും. തീനത്തുൽ ഹബാൽ എന്ന വെള്ളം കുടിപ്പിക്കുന്നത്, മാഉൽ ഹമീം എന്ന വെള്ളം കുടിപ്പിക്കുന്നത്, ഇതുപോലത്തെ വെള്ളവും ഭക്ഷണവും കഴിപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയുമായിരിക്കും. നമ്മൾ ചെയ്തു പോയ തെറ്റിലൊന്ന് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ, തെറ്റുകളൊന്ന് നിർത്തിവച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, നമുക്ക് സ്വർഗത്തിൽ കടക്കണം, സ്വർഗാവകാശികളാകണം. ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, രക്ഷപ്പെടാനുള്ള മാർഗം ഐനാനി ലാ തമസ്സുഹന്നാർ. മുത്തുനബി നമ്മളെ പഠിപ്പിച്ചില്ലേ, രണ്ട് കണ്ണുള്ള മനുഷ്യർ, രണ്ട് രീതിയിലുള്ള കണ്ണുള്ള മനുഷ്യർ, അവരെ നരകം സ്പർശിക്കൂല, അവരെ നരകം തൊടില്ല. ഐനാനി ലാ തമസ്സുഹന്നാർ, രണ്ട് കണ്ണുകളെ നരകം തൊടില്ല. അല്ലാഹുവേ, അങ്ങനത്തെ കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഏതാണ് ആ കണ്ണുകൾ എന്നറിയോ? ഐനുൻ ബകത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുണ്ടോ? ആ കണ്ണുള്ള മനുഷ്യന് അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂല. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം ഞങ്ങളെ ഖൽബിൽ നൽകണേ അല്ലാ. വഐനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണ്, ആ കണ്ണുള്ളവനെയും നാളെ നരകം സ്പർശിക്കൂല. രണ്ടാളുകളാണ്. ഒന്ന് റബ്ബിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞവർ, അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചവർ. എന്തിനാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഞാനും നിങ്ങളും ഉറക്കമൊഴിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണിത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരം വെളുക്കുന്നത് വരെ നമ്മൾ ഉറക്കമൊഴിച്ചാൽ ആ കണ്ണ് നരകം തൊടില്ല. റബ്ബിനെ പറ്റി പറഞ്ഞപ്പോ, ഖബറിനെ പറ്റി പറഞ്ഞപ്പോ, നരകത്തെ പറ്റി പറഞ്ഞപ്പോ നമ്മുടെ കണ്ണുനീരൊലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മാപ്പ് ചോദിച്ചപ്പോ കണ്ണുനീരൊലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അല്ലാഹു നരകത്തിൽ സ്പർശിപ്പിക്കൂല. അല്ലാഹുവേ, ആ നരകത്തിനെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ചൊല്ല്, അല്ലാഹുമ്മ അജിർനാ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുവേ, ഭയാനകരമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നരകത്തെ പറഞ്ഞ് പേടിപ്പിക്കുക മാത്രമല്ല, മുഅ്മിനീങ്ങളെ, അതിനപ്പുറത്ത് വിശാലമായ സ്വർഗമുണ്ട്, നമ്മുടെ കാത്തു നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങളെ കുറിച്ച് നമ്മോട് പറഞ്ഞു തന്നിട്ടില്ലേ? സ്വർഗത്തിന്റെ സുഗന്ധത്തെ കുറിച്ച്, സ്വർഗത്തിന്റെ നദികളെ കുറിച്ച്, സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ?
സുബ്ഹാനല്ലാഹ്. മുത്തുനബി പറഞ്ഞു, മൗളിഉ ഖദമിൻ മിനൽ ജന്നതി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗ്ഗത്തിൽ ഒരിറ്റു സ്ഥലം നിനക്കുണ്ടെങ്കിൽ നിന്റെ രണ്ട് കാലും വെക്കാൻ മാത്രം സ്ഥലം സ്വർഗ്ഗത്തിൽ നിനക്ക് കിട്ടിയാൽ മോനെ, അതാണ് ഈ ദുനിയാവും ആഖിറവും കിട്ടുന്നതിനേക്കാളും, ദുനിയാവിലുള്ളത് മുഴുവൻ നിനക്ക് കിട്ടുന്നതിനേക്കാളും ഏറ്റവും ഖൈറും സ്വർഗ്ഗത്തിലുള്ള ഒരു ചെറിയ സ്ഥലമാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗാവകാശികളെ കുറിച്ചും പറഞ്ഞിട്ടില്ലേ? നരകാവകാശികളെ കുറിച്ച് മാത്രമല്ലല്ലോ. ഇദാ ദഖല അഹ്ലുൽ ജന്ന അൽ ജന്നത യുനാദി മുനാദി. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ, സ്വർഗത്തിന്റെ കവാടം ഭേദിച്ചുകൊണ്ട് സ്വർഗാവകാശികള് സ്വർഗത്തിലേക്ക് അങ്ങ് കാലെടുത്തു വെച്ചാൽ യുനാദി മുനാദി, സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന അനൗൺസ് അവിടെ ഏൽപ്പിച്ച അല്ലാഹു ഏൽപ്പിച്ച മാലാഖമാര് വിളിച്ചു പറയും, ഇന്നലകും മൻ തഹിയ്യൗ ഫലാ തമൂതു അബദാ. മുഅ്മിനീങ്ങൾ സ്വർഗം കണ്ടിങ്ങനെ സന്തോഷിക്കുമ്പോ, മുഅ്മിനീങ്ങൾ സ്വർഗത്തിന്റെ സുഖാഡംബരങ്ങൾ കണ്ടിങ്ങനെ കണ്ണുമഞ്ഞളിക്കുമ്പോ അവർക്ക് ആദ്യം കേൾക്കുന്ന അനൗൺസ് ഇന്നലക്കും അന്തഹിയൗ, ഈ സ്വർഗത്തിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക, ഫലാ തമൂതു അബദാ, സ്വർഗത്തിൽ മരണമില്ല കേട്ടോ. മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ ഏറ്റവും നമ്മുടെ വലിയ പേടി എന്താണ്? എപ്പോഴാണ് മരണമെന്നറിയില്ല. മരണത്തെ പേടിക്കുന്നവരാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ സ്വീകരിക്കുമ്പോഴും ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും വലിയ റിസോർട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ആ റിസോർട്ടിൽ പോയി നമ്മൾ താമസിച്ചാലും ഇന്ന സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഷമമുണ്ട്, പ്രയാസമുണ്ട്. നമുക്കൊക്കെ പറഞ്ഞാൽ മതി, അവിടെ തീരുകയാണ്. എന്നാൽ സ്വർഗത്തിൽ ഇതിനേക്കാളും കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളല്ലേ ഉള്ളത്. ആ സ്വർഗത്തിൽ കേൾക്കുന്ന ഏറ്റവും വലിയ ആദ്യത്തെ അനൗൺസ് ലാ യമൂതു അബദാ, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് മരണമില്ല. മരണമില്ലാത്ത സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. രണ്ടാമത് ഇത് കണ്ടിട്ട് മുഅ്മിനീങ്ങൾ ഇങ്ങനെ തുള്ളിച്ചാടുമ്പോ, മരണമില്ലെന്ന് കേൾക്കുമ്പോ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുമ്പോഴാണ് അടുത്ത അനൗൺസ് മുഅ്മിനീങ്ങൾക്ക് വരുന്നത്, സ്വർഗാവകാശികൾക്ക് വരുന്ന അടുത്ത അനൗൺസ് എന്താണ്? വഇന്നലകും മൻ തളില്ലൂ ഫലാ തസ്ഖമൂ അബദാ വഇന്നലകും മൻ തസിഹൂ ഫലാ തസ്ഖമൂ അബദാ. മുഅ്മിനേ, നിങ്ങൾ സ്വർഗത്തിൽ ആരോഗ്യവാന്മാരാണ്, ചെറുപ്പക്കാരാണ്. ഫലാ തസ്ഖമൂ അബദാ, സ്വർഗത്തിൽ ഒരാൾക്കും രോഗമില്ല, സ്വർഗത്തിൽ ഒരാൾക്കും പ്രയാസമില്ല, സ്വർഗത്തിൽ എല്ലാവരും ആരോഗ്യവാന്മാരാണ്. ഒരാൾക്കും ഒരു രോഗവും സ്വർഗത്തിൽ പിടിപെടില്ല. ദുനിയാവിൽ രോഗം ബാധിച്ചുകൊണ്ട് അതിനൊക്കെ പരിശ്രമിച്ച് അതിനൊക്കെ മറികടന്ന് സ്വർഗത്തിലെത്തിയ മനുഷ്യനാണ് ഇത് കേൾക്കുന്നത്. അവൻ എന്തെല്ലാം സന്തോഷങ്ങളാണ്. സ്വർഗത്തിലുള്ള മാലാഖമാര് വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങളെപ്പോഴും ചുറുചുറുക്കുള്ള പ്രായത്തോടെ ആഫിയത്തോടുകൂടെ മുന്നോട്ട് പോകണം. വഇന്നലകും അൻ തശിഹൂ അൻ തശിബ്ബൂ ഫലാ തഹ്റമൂ അബദാ. ഇവിടെ സ്വർഗത്തിൽ നിങ്ങൾ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. ഫലാ തഹ്റമൂ അബദാ, ഇവിടെ നിങ്ങൾക്ക് വാർദ്ധക്യമെത്തുകയില്ല, ഇവിടെ നിങ്ങൾക്ക് വയസ്സാവുകയില്ല എന്ന് സ്വർഗത്തിലുള്ള മാലാഖമാര് വിളിച്ചു പറയുമ്പോ, മുഅ്മിനീങ്ങളെ, ആ സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. സുഖാഡംബരങ്ങളുടെ പറുദീസയാണ് സ്വർഗം. ഞാനും നിങ്ങളും കാണുന്നത് പോലെ ഇവിടെ കാണുന്ന ഇത്തരം സുഖങ്ങളല്ല, സൗകര്യങ്ങളല്ല, അതിനേക്കാളും 10 മടങ്ങാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗത്തിന് ഖുർആൻ വിശേഷിപ്പിച്ച രൂപത്തിലാണ്. അല്ലാഹുവേ, ആ സ്വർഗവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സ്വർഗം ഞങ്ങൾക്ക് നീ വാജിബാക്കി തരണേ റഹ്മാനെ. അവസാനിപ്പിക്കാൻ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അപ്പൊ ഈ സ്വർഗവും നരകവും നമ്മൾ നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കുമ്പോ, സ്വർഗം ചോദിക്കുമ്പോ മനസ്സ് തട്ടിയിട്ട് ചോദിക്കണം. ഇതാണ് നരകം. അല്ല, ഇതിനേക്കാളും ഭയാനകരമാണ്.
ഓരോ ശിക്ഷക്കുള്ള പല രീതിയിലുള്ള ശിക്ഷകൾ, പല രീതിയിലുള്ളത്. പിന്നെ ഇരുമ്പിന്റെ കിതാബിൽ നോക്കുമ്പോഴാണ് ഇരുമ്പിന്റെ ഒരു പ്രത്യേക ഒരു കൂട്ട്, ആ കൂട്ട് ചൂടാക്കിയിട്ട് ഒരു മനുഷ്യനെ ധരിപ്പിക്കും. എന്നിട്ട് അതിങ്ങനെ ഉരുകിയിട്ട് ഒലിക്കുന്ന രംഗങ്ങളൊക്കെ മുത്തനബി നരകത്തിന്റെ ശിക്ഷകളെ പറ്റി പറയുന്നുണ്ട്. സ്വർഗത്തിൽ അതിനേക്കാളും സന്തോഷങ്ങൾ. നമ്മളൊരു പഴം കഴിച്ചാൽ അതിനേക്കാളും മധുരമുള്ള പഴം ഒന്നു തന്നെ മറ്റൊന്ന്, ഒരു മരത്തിൽ നിന്ന് തന്നെ മറ്റൊന്ന് പറിച്ചാൽ വ്യത്യസ്തമായ ടേസ്റ്റുകൾ. വയറ് നിറയൂല, അത് മതി വരൂല, അതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അവർ കരുതുമ്പോത്തിന് അവർ പലതും പല രൂപത്തിലുമായി പോകും. അങ്ങനെ വല്ലാത്തൊരു ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് മഹാന്മാർ അവരുടെ ജീവൻ മാറ്റിവെച്ചത്. സ്വഹാബത്ത് ബദറിലേക്കും മുഹദിലേക്കും ഹന്തക്കിലേക്കും ഇറങ്ങിയത്, മഹാന്മാർ രാത്രി ഉറക്കമൊഴിച്ചത് ഇങ്ങനെയൊക്കെ ഈ സ്വർഗം കിട്ടണമെന്ന പ്രതീക്ഷയോടുകൂടെയാണ്. നമുക്കും കിട്ടണം, അള്ളാഹു തരും. ആ നല്ല മനസ്സോടുകൂടി ഞാനും നിങ്ങളും നല്ലോണം ആവർത്തിച്ച് ചോദിക്കുക, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. വരാനിരിക്കുന്ന രാവുകളൊക്കെ നല്ലതുപോലെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തി വിജയികളിൽ ഉൾപ്പെടണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട മനുഷ്യരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഇതൊക്കെ പറയുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ഒക്കെ ഞങ്ങളെ കൽബ് ദുനിയാവുമായി ലയിച്ചു പോകുമ്പോൾ, ദുനിയാവിന്റെ അശ്രദ്ധയിൽ പെട്ടുപോകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്കാണ് പടച്ച റബ്ബേ ഇതിൽ നിന്നൊക്കെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ ഞങ്ങൾക്ക് ഖത്മ് തീർക്കണം ഇൻഷാ അല്ലാഹ്. റമളാനിലെ യാത്ര അയക്കുമ്പോൾ ഞാൻ എൻ്റെ ഖുർആൻ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് നല്ല ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയണം. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പാവങ്ങളെ കണ്ടറിഞ്ഞ് സ്വതക്ക കൊടുക്കാൻ കഴിയണം. പവിത്രമായ രാവുകൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഖൈറാത്തുകളൊക്കെ ചെയ്യണം. അത്തായ സമയത്ത് എണീറ്റിരുന്നു കൊണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിക്കാനുള്ള മനസ്സ് വേണം. ഭാര്യ മക്കളോട് കരുണ കാണിക്കണം, കുടുംബത്തോട് കരുണ കാണിക്കണം. അങ്ങനെ നല്ല സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഒരാളോടും വെറുപ്പ് നൽകല്ല റബ്ബേ. ഗളബ് ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ഗളബ് ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. സബറിന്റെ ആളുകളാക്കണേ റഹ്മാനെ. ഹിക്മത്തിന്റെ ആളുകളാക്കണേ അല്ലാ. ഇൽമുള്ളവരാക്കണേ റഹ്മാനെ. തന്ന ഇൽമുകളൊക്കെ നാഫി ആക്കണേ അല്ലാ. അദബുള്ളവരാക്കണേ അല്ലാ. അദബുള്ള ആളുകളാക്കണേ അല്ലാ. നിന്റെ ദീനിന്റെ ശിആറുകളെ ബഹുമാനിക്കുന്നവരാക്കണേ അല്ലാ. പള്ളികളെ ബഹുമാനിക്കണം, അതുപോലെ ദീനിന്റെ എല്ലാ ചിഹ്നങ്ങളെയും ബഹുമാനിക്കണം. ആരെങ്കിലും പൊതുമധ്യയെ വെച്ചിട്ട് സോഷ്യൽ മീഡിയകളിലോ മറ്റോ ജനമധ്യയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ അവഹേളിക്കുമ്പോൾ ആ സമയത്ത് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാനും അതിനോട് പ്രതിരോധിക്കാനുമുള്ള ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു വിദഅത്തുകാരിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ ഈമാനിനെ കളയുന്ന ഒരു പുത്തനാശയത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ കുടുംബ പരമ്പരയോ നീ പെടുത്തല്ല റബ്ബേ. യഥാർത്ഥ ഈമാൻ ഞങ്ങളെ കൽബിൽ നൽകണേ അല്ലാഹ്. ഈമാൻ ഞങ്ങളെ കൽബിൽ ഏറ്റി തരണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ കൂട്ടത്തിൽ രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ മക്കൾക്ക് നോമ്പ് തുറ നൽകിയവരുണ്ട്, അവർക്ക് നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. മറ്റു രീതിയിലൊക്കെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ എല്ലാ ദിവസവും തറാവീഹിന് ഒരു ക്ഷീണവുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ വെള്ളിയാഴ്ച ദിവസം കുറേ സമയം ഈ പള്ളിയിൽ ഇബാദത്ത് ചെയ്യാൻ ഈ രൂപത്തിൽ ഈ പള്ളി മാറ്റി തന്ന, ഇതിനോട് സഹകരിച്ചവർ സഹായിച്ചവർ, നമുക്ക് ഗിപ്സം തന്നവർ, ഫാനുകൾ തന്നവർ, AC തന്നവർ, മിമ്പർ തന്നവർ, കാർപ്പറ്റ് തന്നവർ, ഇതൊക്കെ ഓരോരുത്തരാണ്. ഓരോ ജനലുകളും ഓരോരുത്തരാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്ന് എടുത്തു നോക്കിയാൽ എല്ലാ മുഅ്മിനീങ്ങൾ കൂലി ആഗ്രഹിച്ചുകൊണ്ട് തന്നതാണ്. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവര് ജിപ്സം തന്നതുപോലെ, കാർപ്പറ്റ് തന്നതുപോലെ ഖബറിൽ നാളെ ഉപകരിക്കണം. ഖബറിൽ മഹ്ശറിലും സ്വർഗത്തിലേക്കും എത്താൻ വേണ്ടിയാണ്. അതുപോലത്തെ ജാരിയായ സ്വതക്കുകൾ ലഭിക്കുന്ന, നല്ല വരുമാനം കിട്ടുന്ന അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ പള്ളികളെ, നിന്റെ സ്ഥാപനങ്ങളെ, നിന്റെ നല്ല നല്ല കേന്ദ്രങ്ങളെ മനസ്സറിഞ്ഞ് ഒരാളും അറിയാതെ സഹായിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ സാധനങ്ങളൊക്കെ തന്നതിൽ അധിക പേരും പറഞ്ഞത് മറ്റാരും അറിയാതെ
അറിയരുത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ലക്ഷങ്ങളാണ് തന്നിട്ടുള്ളത്, എന്നാലും അവരുടെ മനസ്സ് ഒരാളും അറിയരുത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നാളെ ആഖിറത്തിലേക്ക് വേണ്ടിയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് കൊണ്ട് നമ്മൾ മാറ്റിവെക്കണം. ഒരു പാവപ്പെട്ട മനുഷ്യന് വീടാണ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കണം. അതല്ല, ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് മേടിച്ചു കൊടുക്കണം. ഇങ്ങനെ തുടങ്ങി പറ്റാവുന്ന നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നത് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ നാളെ ആഖിറത്തിന് വേണ്ടി ഒരുക്കി വെക്കണം. നമ്മളെ കരുതുന്നത് പോലെയല്ല, എല്ലാവരും ആ രൂപത്തിൽ ഒരുങ്ങുന്നവരാൾ, പുറം ലോകം അറിയുന്നില്ല. പടച്ച റബ്ബേ, ഞങ്ങൾക്കും അത്തരത്തിലുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ, നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. പാവങ്ങളെ കണ്ടറിയാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. നല്ല സ്വഭാവക്കാരാക്കി ഞങ്ങളെ നീ മാറ്റണേ റബ്ബേ. ഞങ്ങളെ ഖബർസ്ഥാനിലുള്ളത് ഒന്ന് കൂട്ടുകാരൻ സൈഫുവാണ്. ഞങ്ങളെ പള്ളിയിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും സജീവമായി വന്നിരുന്നവനാണ്. ഇവിടുത്തെ ഈ പരിശുദ്ധമായ റമളാനിന്റെ എല്ലാ ദിവസങ്ങളും എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രസംഗത്തിനൊക്കെ മുന്നിലുണ്ടായിരുന്ന കൂട്ടുകാരനാണ് ഇന്ന് ആ ഖബറിൽ കിടക്കുന്നത്. അല്ലാഹുവേ, കൂട്ടുകാരന്റെ ഖബറിലേക്ക് ഇവിടെ ചെയ്യുന്ന മുഴുവൻ ഹസനാത്തുകളുടെയും നന്മകളുടെയും പ്രതിഫലങ്ങൾ നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ, എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ ഖബർ നീ സ്വർഗാക്കി കൊടുക്കണേ റബ്ബേ. അവിടുത്തെ കൂട്ടുകാരൻ നീ പ്രയാസപ്പെടുത്തില്ല റബ്ബേ. മറ്റൊന്ന്, ഞങ്ങൾ അംസാക്കിയുടെ ഭാര്യയാണ്. എല്ലാ സമയത്തും ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചിന്തിച്ചൊരു ഉമ്മയാണ്. ആ ഉമ്മാക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അവിടുത്തെ ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. അവരാരെയും അവിടെയിട്ട് നീ ബുദ്ധിമുട്ടാക്കല്ലേ റബ്ബേ. അവരെ ചാരത്തൊരു ചെറിയ കുഞ്ഞ് കിടക്കുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ബർക്കത്ത് കൊണ്ട് ആ രണ്ടുപേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. നമുക്കൊക്കെ ചെന്ന് കിടക്കാനുള്ള വീടാണ്. നമ്മളും കിടക്കുമ്പോ പടച്ച റബ്ബേ, പള്ളിയിലുള്ള ഉസ്താദ് അല്ലെങ്കിൽ അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കാൻ വരുന്നവർ, പഠിച്ചോനെ, ആ ഖബറിൽ കിടക്കുന്നത് ഇന്നാലിന്ന ആളാണല്ലോ, ജാക്കിർ സഖാഫിയാണല്ലോ അവിടെ കിടക്കുന്നത്, ഇന്നാലിന്ന ആളാണല്ലോ. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ ഇന്ന സ്വാധീനം നൽകിയ അവളാണ് സൈഫു എന്ന കൂട്ടുകാരനെ എനിക്ക് കൂടുതൽ പരിചയമില്ല. എനിക്ക് പരിചയമുള്ളതൊക്കെ ഈ പള്ളിയിൽ കണ്ട രംഗങ്ങളാണ്. പല സമയത്തും ഇവിടെ വരും. എന്നിട്ട് എല്ലാവരും പോയാൽ, ജുമ കഴിഞ്ഞു പോയാൽ കൈതന്ന് ഒരുപാട് സംസാരിക്കും. ഞാൻ എൻ്റെ ബൈക്കിൽ അങ്ങോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ സൈഫ് അവിടെ ഇരിക്കുകയാണെങ്കിൽ എന്നെ കണ്ടാൽ അവൻ എണീറ്റ് നിൽക്കും. എണീറ്റ് നിൽക്കുക മാത്രമല്ല, അവൻ ഒറ്റക്കാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തിയാൽ കൂട്ടുകാരൻ എന്നോട് സംസാരിക്കും. അങ്ങനെ പല രീതിയിലും ബന്ധം പുലർത്തിയവനാണ്. അവന്റെ രോഗം മൂർച്ഛിച്ച സമയത്ത് പല സമയത്തും അവൻ സംസാരിച്ചിട്ടുണ്ട്, ദ്വാരക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാരൻ എന്നും ഞാൻ മറക്കാത്തത്. ഇതുപോലെ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. മരിച്ചു ഖബറിൽ കിടക്കുമ്പോൾ നമ്മളെ പറ്റി പറയുന്ന 100 നാവുകൾ ഉണ്ടാവണം. അത് നല്ല ആത്മാർത്ഥമായ ബന്ധങ്ങളാവണം, ഇഖ്ലാസിന്റെ ബന്ധങ്ങളായി നമുക്ക് മാറണം. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ റഹ്മാനെ. വരുമാനമുള്ള ഖബറിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം എല്ലാവരെയും വെറുപ്പിച്ച്, എല്ലാവരോടും മോശം പറഞ്ഞ്, എല്ലാവരെയും പ്രയാസപ്പെടുത്തി, അയൽവാസികളാണെങ്കിൽ അവരെ വെറുപ്പിച്ച്, മക്കളെയും കുടുംബത്തിനെയും ഭാര്യനെയും എല്ലാവരും വെറുപ്പിച്ച്, എല്ലാവരെയും സദാസമയം ചീത്ത പറഞ്ഞ് നമ്മുടെ ഇഷ്ടം മാത്രം നടക്കണമെന്നൊരു ചിന്ത മുഅ്മിനീങ്ങൾ അങ്ങനെ ആർക്കും ഉണ്ടാവരുത്. എല്ലാവർക്കും എല്ലാവരുടേതായ ചിന്തയുണ്ട്. നമ്മുടെ ഭാര്യ നമുക്ക് എല്ലാ ഒത്താശകളും ചെയ്തു തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവരെ എപ്പോഴും നമ്മൾ മാനസികമായി ടെൻഷനാക്കാൻ പാടില്ല. നമ്മുടെ മക്കൾ എപ്പോൾ നമ്മുടെ ഒപ്പുണ്ട് എന്ന് കരുതിയിട്ട് എന്തിനും ഏതിനും ചീത്ത പറയാൻ പാടില്ല. 4 ആളെ അടിയിൽ വെച്ചിട്ട് നമ്മുടെ ഭാര്യയെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. 4 ആളുകളുടെ അടിയിൽ വെച്ചിട്ട് നമ്മുടെ മക്കൾ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ആ മക്കൾ വന്നിട്ട് നമ്മുടെ ഖബർ പുറത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും യാ ബീ എന്ന് മനസ്സ് തട്ടി പറയണമെങ്കിൽ ആ മനസ്സിൽ വാപ്പാനോടുള്ള, ഉമ്മാനോടുള്ള, ആ മക്കളുടെ മനസ്സിലെ ഉപ്പയോടുള്ള വല്ലാത്ത കരുണയുടെ, സ്നേഹത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടാകണം. എന്നാലേ വാപ്പാന്റെ ഖബറിന്റെ പുറത്തേക്ക് മക്കൾ വരുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ വാപ്പയെ കുറിച്ച് ആ മക്കൾ ഓർക്കൂല. എനിക്കൊരു വാപ്പണ്ടേനീന്നേ പറയുള്ളൂ, അയാൾ പോയത് നന്നായി എന്നേ ആ മകൻ ചിന്തിക്കുള്ളൂ. കാരണം ആശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് മുമ്പിനെ നമ്മുടെ മക്കളെ നമ്മൾ വേദനിപ്പിക്കരുത്, നമ്മുടെ വാപ്പമാരെ നമ്മൾ വേദനിപ്പിക്കരുത്, നമ്മുടെ ഉമ്മമാരെ നമ്മൾ വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ നമ്മളെ കൊണ്ട് പ്രയാസം അനുഭവിക്കരുത്. എന്തെല്ലാം ത്യാഗങ്ങളാണ് അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അരികിലേക്ക് പ്രയാസം പറയാൻ വേണ്ടി ഒരാൾ വന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകുക എന്നല്ലാതെ അവരങ്ങനെ ഏതു നേരം ചീത്ത പറയുന്നവരിൽ ഞാനും നിങ്ങൾ പെട്ടുപോകരുത്. ഏതെങ്കിലും ഒരു ചെറിയ സുപ്രഭാതത്തിൽ, ചെറിയൊരു സമയത്ത് ഒരു അബദ്ധം പറ്റിപ്പോയാൽ, എന്തെങ്കിലും ഒന്ന് വന്നുപോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അതുകൊണ്ട് നല്ലോണം ഭാര്യമാരെ സ്നേഹിക്കുക, അവർക്ക് എല്ലാവിധ പിന്തുണകളും നമ്മൾ കൊടുക്കുക. അവർക്കൊരു തലവേദന വരുമ്പോഴേക്ക് അതിനുള്ള
പരിഹാരം നമ്മൾ കാണിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ, വേണ്ട ഭക്ഷണങ്ങൾ സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു ഇവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാ കാര്യത്തിലും ഉസ്താദ് മാതൃകയാണ്. സഖാഫികളായി ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശം, നിങ്ങളെ കുടുംബത്തെ നോക്കണമെന്നാണ്. അവർ ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമായി നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്, നിങ്ങളെ കുടുംബത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. നോക്കൂ, സുൽത്താനുൽ ഉലമ നൽകുന്ന ഉപദേശം എത്രയാണ്. അവിടുത്തെ കുടുംബത്തെ അങ്ങനെ തന്നെയല്ലേ ഉസ്താദ് കണ്ടിട്ടുള്ളത്. ഉസ്താദിന്റെ അവിടുത്തെ ഉസ്താദുമായി ബന്ധപ്പെട്ട രചന നിങ്ങളൊക്കെ വായിച്ചതല്ലേ. അതിൽ ഉസ്താദ് അവിടുത്തെ ഭാര്യയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ ഭാര്യമാരും ആ രൂപത്തിലാകണം. ഒരാളോട് വെറുപ്പ് നമുക്കുണ്ടാകരുത്. എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും പല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും, പല രീതിയിലുമായിരിക്കും നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ. എന്റേത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മറ്റു പാർട്ടിക്കാരന് ഏത് രീതിയിൽ താറടിക്കുന്ന രീതിയിൽ പെരുമാറുന്ന സ്വഭാവക്കാരായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. അതെല്ലാം നിമിഷങ്ങളാണ്. ഏത് നിമിഷവും നമുക്ക് റബ്ബിന്റെ വെളിക്കുത്തരം നൽകേണ്ടി വരും. ഈ രൂപത്തിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകണം. റമളാൻ അത് നമുക്ക് വലിയ പ്രചോദനമാകണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധമായ റമളാൻ ശരീഫിലെ ഒരു വെള്ളിയാഴ്ച കൂടെ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. റമളാനിലെ വെള്ളിയാഴ്ച ചില്ലറ ദിവസമല്ല, വളരെ പവിത്രമായ ദിവസമാണെന്ന് മഹാന്മാർ എണ്ണിവെച്ച് പറഞ്ഞു വെച്ചതാണ്. അല്ലാഹുവേ, ആ റമളാൻ ഒരു വെള്ളിയാഴ്ച കൂടെ ഞങ്ങൾക്ക് കിട്ടിയാൽ ആശ്വാസാണ്, സന്തോഷാണ്. ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഈ ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്കത് നൽകണേ അല്ലാഹ്. ഇനി അതല്ല ഖൈർ മറ്റതാണെങ്കിൽ ആ ഖൈർ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഒരു അപകടത്തിലും ഒരു മുസീബത്തിലും ഒരു ആക്സിഡന്റിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റബ്ബേ. ഇന്നലെ കണ്ടില്ലേ നിങ്ങള് മൊറയൂരിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് 4 ആളുകളാണ് മരണപ്പെട്ടത്. പടച്ച റബ്ബേ, അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. നമ്മളൊക്കെ കുടുംബത്തെ കൂട്ടി സഞ്ചരിക്കുന്നവരാണ്. വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ കാവൽ നമുക്ക് കിട്ടണം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അസ്ഹാബുൽ ബദറിന്റെ കാവൽ നൽകണേ റബ്ബേ. ഒരു അപകടത്തിലും ഒരു മുസീബത്തിലും ഞങ്ങളെ, ഞങ്ങളെ കുടുംബത്തെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെ നീ പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين ببركة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد